എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡിസിഷൻ എല്ലായ്പ്പോഴും ഒരു മുഖ്യമന്ത്രിക്ക് എടുത്തുകൊണ്ടുവരുന്നില്ല. സതീശന്റെ വാക്ചാതുര്യം കൊണ്ട് മാത്രം നേരിട്ടൊരു കേസായിരുന്നു അത്. ഒറ്റയാൻ പെർഫോമൻസിന്റെ ഒരാളും കൂടെയാണ് സതീശ്. ഞാൻ നിങ്ങളുടെ കൂടെയല്ലേ, ഞാൻ നിങ്ങളുടെ കൂടെയല്ലേ, എല്ലാ ബുധനാഴ്ചയും എന്നെ കാണാം. അതായത് സെക്രട്ടേറിയറ്റ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നു. സ്വന്തം അമ്മായിച്ചൻ അസുഖബാധിതനായിരുന്നപ്പോൾ കാണാൻ പോയി എന്നുള്ളതാണ് അതിനകത്ത് വിവാദം. പാർട്ടി സംവിധാനങ്ങൾ മാത്രം തീരുമാനിച്ച ഒരു മുഖ്യമന്ത്രിയല്ല വി ഡി സതീശൻ. ആ 10 ദിവസങ്ങൾ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. വി ഡി സതീശൻ്റെ പേര് വരുന്നു, രമേശ് ചെന്നിത്തലയുടെ പേര് വരുന്നു, കെ.സി. വേണുഗോപാലിൻ്റെ പേര് വരുന്നു. എന്നിട്ട് അവസാനം ജനങ്ങളുടെ പൾസ് അറിഞ്ഞിട്ട് പാർട്ടിക്ക് തീരുമാനിക്കേണ്ടി വന്ന ഒരു മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് സത്യപ്രതിജ്ഞ മുതൽ ഇങ്ങോട്ട്, സത്യപ്രതിജ്ഞയിൽ വടശ്ശേരി ദാമോദര മേനോൻ എന്ന് പറയുന്നത് മുതൽ വിവാദങ്ങൾ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിവാദങ്ങൾ സംഭവിക്കുമ്പോഴൊക്കെ സ്വയം ചെറുക്കുക എന്നല്ലാതെ പാർട്ടി സംവിധാനങ്ങളൊന്നും വേണ്ട പോലെ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല സതീശൻ്റെ കാര്യത്തിൽ. പിന്നീട് ഓരോ തീരുമാനങ്ങൾ പറയുമ്പോഴും അത് വിവാദങ്ങളിലേക്ക് നയിക്കുമ്പോഴും വീണ്ടും വീണ്ടും സതീശൻ ഒറ്റയ്ക്ക് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ CPM പോലെയല്ല. CPMന് അതിനൊരു മുഖ്യമന്ത്രിയെ പാർട്ടി നിശ്ചയിച്ചു കഴിഞ്ഞാൽ പാർട്ടിയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും രണ്ട് വഴിക്ക് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവില്ല. അതിനാകെ ഒരു മാറ്റം ഉണ്ടായിരുന്നത് VS മുഖ്യമന്ത്രി ആയിരിക്കുകയും പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് അവർ തമ്മിലുണ്ടായിരുന്ന കുറേ ഫൈറ്റ്. പക്ഷേ കോൺഗ്രസ്സിൽ അങ്ങനെയല്ല. എല്ലാ കാലത്തും മുഖ്യമന്ത്രിയായിട്ട് ഒരാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ മുഖ്യമന്ത്രി 5 വർഷം തേക്കാതെ ഇടയ്ക്ക് പാർട്ടിയിൽ കലാപങ്ങൾ ഉണ്ടാകുകയും നേതൃമാറ്റം ആവശ്യപ്പെടുകയും അങ്ങനെ രണ്ടാമതൊരു മുഖ്യമന്ത്രി ഇടയ്ക്ക് ഈ 5 വർഷ ടീമിനിടയ്ക്ക് ഉണ്ടാകുന്ന സാഹചര്യം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വി ഡി സതീശൻ്റെ കാര്യത്തിലേക്ക് ബിമിനത്ത് പറഞ്ഞതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ഇതിനു മുമ്പുള്ള മുഖ്യമന്ത്രിമാരുടെ എല്ലാ കാലം നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു 40 വർഷത്തെ 50 വർഷത്തൊക്കെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ A ഗ്രൂപ്പ് I ഗ്രൂപ്പ് സംവിധാനമായിരുന്നു കേരളത്തിലെ കോൺഗ്രസിനെ നയിച്ചിരുന്നത്. പിന്നെ അതിൽ ചില ഉപഗ്രൂപ്പുകളൊക്കെ ഉണ്ടായി വന്നെങ്കിൽ പോലും അതിലെല്ലാം ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ഉറച്ച പിന്തുണ ആ മുഖ്യമന്ത്രിക്ക് അല്ലാതെ അന്നത്തെ KPC പ്രസിഡന്റ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. ഒരു ഗ്രൂപ്പിലും ഇല്ലാത്തൊരു മുഖ്യമന്ത്രിയായിരുന്നു. അതെ, ഇത് ആ A ഗ്രൂപ്പിലോ I ഗ്രൂപ്പിലോ അല്ലാതെ ഏകദേശം വി ഡി സതീശൻ്റെ കഴിഞ്ഞ ഒരു 5 വർഷം പ്രതിപക്ഷ നേതാവ് മുതൽ ഈ മുഖ്യമന്ത്രിയായി ഈ 2-3 മാസം വരെയുള്ള പീരീഡ് എടുത്തു കഴിഞ്ഞാൽ ഏറെക്കുറെ ഒറ്റയാനായിട്ടായിരുന്നു സതീശൻ്റെ ഒരു പ്രയാണം. അത് സതീശൻ്റെ ഒരു കോൺഫിഡൻസും അതായിരുന്നു. നമുക്കറിയാം, കാരണം 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോവുക എന്ന് പറയുന്ന ഒരു ധീരമായ പ്രഖ്യാപനമൊക്കെ നടത്താൻ കഴിയുക എന്ന് പറയുന്നത് ഒരു അറ്റകൈ പ്രയോഗമാണ്. ആ കോൺഫിഡൻസ് ലെവലാണ് സതീശനെ ശരിക്കും മുമ്പേ വിനുത്ത് പറഞ്ഞ എന്താ പറയുക, ജനങ്ങൾ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്ത ഒരു മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നത്. അതിൽ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കുന്നവരെ ആ പോയിൻ്റ് കറക്റ്റാണ്. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവല്ല. പ്രതിപക്ഷ നേതാവിന് കുറ്റങ്ങൾ കണ്ടുപിടിച്ച് പറയുന്നതിൽ മുൻപിൻ നോക്കേണ്ട കാര്യമില്ല. ആ സർക്കാരിൻ്റെ ചെയ്തികളെ വിമർശിക്കാം. പക്ഷേ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ പ്രായോഗികമായി അവിടെ ചില കാര്യങ്ങൾ എടുക്കേണ്ടി ഡിസിഷൻസ് എടുക്കേണ്ടി വരും. എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡിസിഷൻ എല്ലായ്പ്പോഴും ഒരു മുഖ്യമന്ത്രിക്ക് എടുത്തുകൊണ്ടുവരുന്നില്ല. ആ ഒരു മാറ്റം നമുക്ക് പെട്ടെന്ന് അങ്ങനെ ശ്രദ്ധയിൽ വന്നതുമില്ല. ഇല്ല, പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെയാണ് മുഖ്യമന്ത്രി ആദ്യത്തെ സമയങ്ങളിൽ ഉണ്ടായിരുന്നു. പിന്നെ പാർട്ടിയിലേക്ക് കാര്യം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ്സിൽ നമ്മൾ വി ഡി സതീശൻ ക്യാബിനറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു സതീശൻ പക്ഷക്കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത് കെ മുരളീധരനും പിന്നെ റോജി എം ജോണും ഉണ്ടാവുള്ളൂ. കാര്യം ബാക്കി കോൺഗ്രസിൻ്റെ 11 മന്ത്രിമാരെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇപ്പം ഹൈക്കമാൻഡിന് പ്രതിനിധികൾ ഇവിടെ വന്നിട്ട് ആരെ മുഖ്യമന്ത്രിയാക്കണമെന്ന് തീരുമാനിച്ചതിൽ KC വേണുഗോപാലിൻ്റെ പേര് പറഞ്ഞവരാണ് ഈ പറയുന്നവരെല്ലാം. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു കൂറ് KC പക്ഷത്തോടാണ് എന്ന് നമുക്ക് അങ്ങനെ സങ്കല്പിക്കാമെന്ന് വെച്ചു. സതീശൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഒറ്റയാൻ പെർഫോമൻസിൻ്റെ ഒരാളും കൂടെയാണ് സതീശൻ. ഒരു ടീം ഗെയിമിലേക്ക് സതീശൻ എത്രത്തോളം വരുന്നു എന്നനുസരിച്ചാൽ മാത്രമേ ഈ മന്ത്രിമാരുടെയും ഒരു കൂട്ടുത്തരവാദിത്വവും ആ രീതിയിൽ ഒരു സതീശൻ്റെ ഭാഗത്തൊരു വീഴ്ച വന്നാൽ അതിനെ ന്യായീകരിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ മന്ത്രിമാരുടെ ഒരു കൂട്ടായ പരിശ്രമം കിട്ടുകയുള്ളൂ. കോൺഗ്രസ്സിൽ ഈ കഴിഞ്ഞ മുഖ്യമന്ത്രിമാർക്ക് ഇല്ലാത്തൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇപ്പം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്ത് അല്ലെ ആൻ്റണി മുഖ്യമന്ത്രിയായ സമയത്ത് ആൻ്റണി മുഖ്യമന്ത്രിയായ 24 മണിക്കൂർ തികച്ചില്ല KPC പ്രസിഡൻ്റായിട്ട് തെന്നല മാറിയിട്ട് കെ മുരളീധരൻ വരുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പം ഉമ്മൻചാണ്ടിക്കാണെങ്കിൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഇല്ല. ഇപ്പോൾ ഇത് KPCC പ്രസിഡൻറ്റും കൂടെ ക്യാബിനറ്റിൻ്റെ ഭാഗമായതോടുകൂടി പാർട്ടി സംവിധാനം എന്ന നിലയ്ക്ക് ഒരു സപ്പോർട്ട് വി ഡി സതീശന് കിട്ടാത്തൊരു സാഹചര്യം സൃഷ്ടിക്കും. സംവിധാനം പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെ പറയാം. അതെ, ഇതാണ് പ്രശ്നം. KPC പ്രസിഡന്റ് മന്ത്രിയായി ആ ഫലത്തിൽ എന്താ, ആ പോസ്റ്റ് ഇപ്പോൾ ഒരു വേക്കൻസി ഫില്ല് ചെയ്യാത്തൊരു വേക്കൻസി ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. അതിലേക്ക് ആര് KPC പ്രസിഡന്റ് ആകാനായിട്ടുള്ള ഒരു
ചരട് വലികൾ ഒരു വശത്ത് നടക്കുമ്പോഴും ആ ചർച്ചകൾ നടക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന വിവാദങ്ങളിലേക്ക് സർക്കാർ ഓരോന്ന് പിച്ച വെച്ച് കയറുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു സർക്കാരിന് ഒരു പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞാൽ പാർട്ടിയാണ് ഒപ്പം നിന്ന് അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ മുമ്പേ നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ കൊണ്ട്, ഒന്ന് സതീശൻ ഏറെക്കുറെ ഒറ്റയൊക്കെ ആയതുകൊണ്ട് സതീശൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന രീതിയിൽ ഒരു ക്യാബിനറ്റിലോ MLA-മാരിലോ അങ്ങനെ ഒരു വലിയ പിന്തുണ ഇല്ലാത്തത് കൊണ്ടും, ഈ പറഞ്ഞ സപ്പോർട്ട് ചെയ്യേണ്ട ആൾ പാർട്ടിയാണെങ്കിൽ പാർട്ടിയുടെ അധ്യക്ഷൻ പോലും മന്ത്രിയായിട്ടിരിക്കുന്നു. അതിൽ യൂണിറ്റിന് നന്നായിട്ട് അറിയാവുന്ന, കാരണം ഈ KPCC അധ്യക്ഷനായിരിക്കുന്ന സണ്ണി ജോസഫിൻ്റെ സ്വന്തം അളിയനെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് എടുത്ത തീരുമാനമാണ് ആദ്യത്തെ വിവാദങ്ങളിലൊന്ന്. അതെ, അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് അത് തിരുത്തേണ്ടി വരികയും സ്വന്തം അളിയനെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായ KPCC പ്രസിഡന്റ് ഒരു വശത്ത് നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഇത്രയും വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് പല മന്ത്രിമാരും അത്രത്തോളം ഇൻവോൾവ് ആകാതിരിക്കുകയും പാർട്ടിയുടെ പ്രസിഡന്റ് ഒരു ഫുൾ ടൈം പ്രസിഡന്റ് എന്നുള്ള ഒരാളില്ലാതെ വരുമ്പോഴും ആ രീതിയിലൊരു സപ്പോർട്ട് കിട്ടുന്നില്ല. എന്ന് പറഞ്ഞാൽ അതിന് പാർട്ടിയും സർക്കാരും രണ്ട് വഴിക്കെന്നല്ല. പക്ഷേ സതീശൻ ഇപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇനിയും രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞാൽ, ഇപ്പം നമ്മൾ കേരളത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയം നോക്കുന്നവരെല്ലാം ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ആര് KPCC പ്രസിഡൻ്റായി വരും എന്നുള്ളതാണ്. ഇപ്പം പല പേരുകൾ, ഇപ്പം കൊടിക്കുന്നിൽ സുരേഷും ബെന്നി ബെഹനാനും അതുപോലെ ജോസഫ് വാഴയ്ക്കനും ഒക്കെ രംഗത്തുണ്ട്. കോൺഗ്രസ്സിൽ ഈ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ മുൻകാലങ്ങളിലൊക്കെ പറഞ്ഞു കേൾക്കുക എന്ന് പറയുന്നത് ഒരാൾക്കൊരു പദവി എന്ന് പറയുന്നത് കൃത്യമായി നടപ്പിലാക്കണം എന്നാണ്. അത് നടപ്പിലാക്കുമ്പോൾ സണ്ണി ജോസഫിന് KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞേ പറ്റുള്ളൂ, ജനീഷ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ KPCC പ്രസിഡൻ്റായിട്ട് പുതിയൊരാൾ വരുമ്പോൾ MP-മാരിൽ നിന്ന് ഒരാളാകുക എന്ന് പറയുമ്പോൾ ഇരട്ടപ്പതിയുടെ പ്രശ്നം അവിടെ വരും. അതാണ് ബെന്നി ബെഹനാനും കൊടിക്കുന്നിലും നേരിടുന്നൊരു പ്രശ്നം. അവിടെയാണ് രമേശ് ചെന്നിത്തല ഒരു പോസ്റ്റും ഇല്ലാത്ത ജോസഫ് വാഴയ്ക്കനെ KPCC പ്രസിഡന്റ് ആക്കണം എന്നാവശ്യപ്പെടുന്നത്. ശരിക്കും ഈ വൈകുന്നത് എന്തുകൊണ്ടായിരിക്കും ഇത്രയും വൈകുന്നതിൻ്റെ പ്രശ്നം? ഒന്ന് പറയുന്നത് കർണാടകത്തിലെ ഒരു ക്രൈസിസ്, അവിടെ മന്ത്രിസഭ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകളും ആ പ്രതിസന്ധി കോൺഗ്രസിന് ഒരു വശത്ത് കിടക്കുന്നു. കേരളത്തിലെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്രയൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി ആകുന്ന തീരുമാനം VD സതീശനെ ആക്കുന്ന തീരുമാനത്തിലേക്ക് അവസാന നിമിഷമാണ് KC വേണുഗോപാലിന് പദവി നഷ്ടപ്പെട്ടു പോയത്. നമുക്ക് തീരുമാനത്തിലെത്താൻ പോലും 10 ദിവസം നമ്മൾ കാത്തു. 10 ദിവസം. അത് എന്തുകൊണ്ടാണ്? അതിൻ്റെ അപ്രതീക്ഷിതമായിട്ട് അവിടെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നതുകൊണ്ടായിരിക്കുമോ ഈ KPCC ആ സംഗതി? അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു KC വേണുഗോപാലിനെ ഏറെക്കുറെ അദ്ദേഹം ഉറപ്പിച്ചൊരു കസേരയാണ് നഷ്ടപ്പെട്ടു പോയത്. KPCC പ്രസിഡന്റ് സ്ഥാനം എങ്ങനെ പോയാലും KC വേണുഗോപാലിന് താല്പര്യമുള്ള ഒരാളെ അവിടെ വരാനുള്ള ചാൻസ് ഉള്ളൂ, അല്ലെങ്കിൽ അതിന് വഴങ്ങേണ്ടി വരും VD സതീശനും. അപ്പോഴും VD സതീശൻ അവിടെ പോയി ഹൈക്കമാൻഡിനെ കണ്ട് ആഗ്രഹിക്കുന്ന തന്നെ തൻ്റെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു KPCC പ്രസിഡന്റിനെ കിട്ടണം എന്നുള്ളതാണ്. അതാര് വരും എന്നുള്ളതിന് ഈ VD സതീശൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെ മാത്രമല്ല, കോൺഗ്രസ്സിൽ ഇതൊരു ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്ന് പോലും നമ്മൾ ഉറ്റുനോക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പായിരിക്കും KPCC പ്രസിഡന്റ് സ്ഥാനം. അത് KC വേണുഗോപാൽ, ഷാഫി പറമ്പിൽ പോലൊരു നേതാവ്, അല്ലെങ്കിൽ മൂവാറ്റുപുഴ MLA കൂടിയായ മാത്യു കുഴൽനാടനെ, ഇങ്ങനെ രണ്ടുപേരിൽ ഒരാളെ ആ പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പൊതുവേ കോൺഗ്രസ് രാഷ്ട്രീയത്തിലുള്ളവരൊക്കെ പറയുന്നത്. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് VD സതീശനെ പോലെ തന്നെ ഒരു തലമുറ മാറ്റം, അല്ലെങ്കിൽ താരതമ്യേന ഒരു പുതുമുഖ അല്ലെങ്കിൽ പുതിയ തലമുറയിൽ നിന്ന് ഒരാൾ KPCC പ്രസിഡന്റ് ആകുക എന്നുള്ളതാണ്. അതേസമയത്ത് സതീശൻ ചില നിരീക്ഷകരൊക്കെ പറയുന്നത് എന്നാ വെച്ച് കഴിഞ്ഞാൽ കൊടിക്കുന്നിലിനെ KPCC പ്രസിഡൻ്റായി വരണം എന്ന് താല്പര്യപ്പെടുന്നതാണ്. അത് ഒരു പക്ഷേ മല്ലികാർജ്ജുന ഖാർഗെയും അതിനോട് താല്പര്യം പ്രകടിപ്പിച്ചു നോക്കുന്നത്. വളരെ സീനിയർ നേതാവാണ് കോൺഗ്രസിൽ, പ്രത്യേകിച്ച് അങ്ങനെ ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാൾ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് വന്നിട്ടില്ല. അങ്ങനെ രണ്ട് സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഇതാര് വരും എന്നുള്ളത് ഇപ്പം വിപിനത്ത് പറഞ്ഞ VD സതീശൻ ഇനി നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ ചെറുതാണോ അതോ പാർട്ടി ഒപ്പം നിന്ന് സപ്പോർട്ട് ചെയ്യുമോ എന്നതിൽ വളരെ നിർണായകമാണ്. പുതിയ കാലത്തെ രാഷ്ട്രീയത്തിൽ സൈബർ പൊളിറ്റിക്സിൻ്റെ പ്രാധാന്യം നമുക്കറിയാമല്ലോ. അവിടെ ഏറ്റവും ശക്തമായി നിൽക്കുന്നത് എപ്പോഴും CPM-ൻ്റെ സൈബർ വിഭാഗം, ഇടത് വിഭാഗങ്ങൾ തന്നെയാണ്. തിരഞ്ഞെടുപ്പിന് ശേഷം കുറച്ച് കാലം കുറച്ച് സൈലൻ്റ് ആയിരുന്നെങ്കിലും പെട്ടെന്ന് അവർ ആ കളം വീണ്ടും പിടിക്കുന്നത് നമ്മൾ കാണുന്നു. സതീശനെ പല പേരുകൾ വിളിച്ച് ആക്ഷേപിച്ചും അന്ന് പറഞ്ഞത് ഇന്ന് പറഞ്ഞത് ഈ നിലപാട് മാറ്റത്തിൻ്റെ ആൾ U-ടേൺ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെ എതിർക്കാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ഇപ്പുറത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഒരു സംവിധാനം ഇല്ല തന്നെ. ഉദാഹരണത്തിന് അവസാനത്തെ നമ്മുടെ അമ്മമാർ മക്കൾക്ക് പാചക രഹസ്യം കൈമാറണം എന്ന് പറഞ്ഞില്ലേ, അതിൽ പോലും അവസാനം ഉറപ്പിച്ച് സംസാരിച്ച് അടക്കി നിർത്തുകയും ചെയ്തുകൊണ്ടിരുന്നുണ്ട്. ഞാൻ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും VD സതീശനോട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടു പേർക്കും
നമ്മളൊരു വീഴ്ച സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിമർശനങ്ങളോടുള്ള ഒരു അസഹിഷ്ണുത നമുക്ക് പിണറായി വിജയനിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. പല ഘട്ടങ്ങളിലും അദ്ദേഹം രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തു. ആദ്യത്തെ പത്രസമ്മേളനത്തിൽ കണ്ടത് ഞാൻ നിങ്ങളുടെ കൂടെയല്ലേ, ഞാൻ നിങ്ങളുടെ കൂടെയല്ലേ, എല്ലാ ബുധനാഴ്ചയും എന്നെ കാണാം, അതായത് സെക്രട്ടേറിയറ്റ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നു, അതുപോലെ പ്രിയദർശിനി യാത്ര നടത്തുന്നു, അതുപോലെ ആശമാരെ എന്താ പറയുക അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കും, ശുഭകരമായ കാര്യങ്ങളുമായി തുടങ്ങിയെടുത്തുനിന്നാണ് പതിയെ പതിയെ ഈ വിവാദങ്ങളിലേക്ക് വഴുതി വീഴുകയാണ്. ഈ വഴുതി വീഴുന്നതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴുതി വീഴുമ്പോഴാണ് പാർട്ടി ശരിക്കും രക്ഷയ്ക്കെത്തേണ്ടത്. അത് കിട്ടുന്നില്ല എന്നുള്ളതാണ് സതീശൻ ഇപ്പം നേരിടുന്നൊരു പ്രശ്നം. നമ്മൾ ഈ KPCC പുനഃസംഘടനയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുടെ വഴിക്ക് പോകുന്നു, എല്ലാവരെയും ചേർത്ത് പിടിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. കാരണം റിട്ടയർഡ് ജഡ്ജ് ശേഷാദ്രിനാഥനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനായി നിയോഗിച്ചുകൊണ്ടുള്ള ആ വിവാദമുണ്ടല്ലോ, ആ വിവാദത്തിലല്ലേ ശരിക്കും PM നിയാസ് സെക്രട്ടറി തൊടുത്തുവിട്ട ഒരു വിവാദം തുടങ്ങിയതും കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് PM നിയാസ് ആണ്. അതെ, KSU ആയിട്ട് തന്നെ ഇടറി നിൽക്കേണ്ട അവസ്ഥ വരികയും ചെയ്തത്. അതിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഞാൻ പറഞ്ഞില്ലേ മുഖ്യമന്ത്രി എവിടെയൊക്കെയോ ചില പിണറായി വിജയൻ്റെ ചില സാമ്യങ്ങൾ നമുക്ക് കാണാമെന്ന് പറയുന്നത്. ആ വിവാദമുണ്ടായി, PM നിയാസ് തിരുവനന്തപുരത്തെത്തുകയും മുഖ്യമന്ത്രിയെ കൂടിക്കാഴ്ചയ്ക്ക് ആദ്യം വിസമ്മതിച്ചു. ഇതേപോലെ തന്നെ KSU വിമർശനവുമായി രംഗത്ത് വന്നിട്ട് KSU സംസ്ഥാന പ്രസിഡന്റായ അലോഷ്യസ് സേവ്യർ 2 ചടങ്ങിൽ വെച്ച് കണ്ടിട്ട് മുഖ്യമന്ത്രിയെ മുഖം കൊടുത്തില്ല, കാണാൻ കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചില്ല. സതീശൻ പറയുന്ന ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി ഫോറത്തിൽ പറയാതെ പരസ്യമായ വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ അവരുമായിട്ട് ഇനി കണ്ട് ഒത്തുതീർപ്പിനുള്ള സാധ്യതയില്ല എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പിടിവാശിയുടെ ഒരംശം എവിടെയൊക്കെയോ VD സതീശൻ നമ്മളിപ്പം കണ്ടു തുടങ്ങുന്നുണ്ട്. അതായത് ഇപ്പം ഉമ്മൻചാണ്ടിയുടെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ്വഴക്കം, അസാധ്യമായ മെയ്വഴക്കം, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോവുക എന്നുള്ളതിനപ്പുറം ഒരു ഹാർഡ് കോർ പിടിവാശി. സതീശൻ ഇപ്പം ഈ പിടിവാശി ക്രമേണ കോൺഗ്രസ്സിൽ മറ്റ് MLA-മാരുടെയോ ഇനി വരാൻ പോകുന്ന പുതിയ KPCC ടീമിലും ഒക്കെ എത്രത്തോളം മുഖ്യമന്ത്രിയും പാർട്ടിയും തമ്മിൽ ആ യോജിപ്പിൻ്റെ എന്താ പറയുക അതെങ്ങനെ പോകും എന്നുള്ളത് വളരെ നിർണായകമാണ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച്. കാരണം ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പം ഉമ്മൻചാണ്ടി ആഗ്രഹിക്കാത്ത ഒരു KPCC പ്രസിഡൻ്റായിരുന്നു VM സുധീരൻ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അന്നത്തെ അന്തരിച്ച G കാർത്തികേയനെ KPCC പ്രസിഡൻ്റ് ആക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് VM സുധീരൻ KPCC പ്രസിഡൻ്റായിട്ട് വന്നു. അന്ന് ഞാൻ ഓർക്കുന്നു ഇപ്പോൾ, കാരണം അന്ന് KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലേക്ക് VM സുധീരൻ ചുമതല ഏൽക്കാൻ വരുന്ന ചടങ്ങിൽ പോലും ഉമ്മൻചാണ്ടി പങ്കെടുക്കാതെ വിട്ടു നിന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പിന്നീട് എന്നെ ക്രൂരമായി അവഗണിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് സുധീരൻ ഒരിക്കൽ പറഞ്ഞൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ആ ബന്ധം വഷളായിടത്തു നിന്നാണ് ഈ ബാർ വിവാദം ഉണ്ടാകുകയും ആ തെരഞ്ഞെടുപ്പ് കാലത്ത് അടൂർ പ്രകാശിനെയും KC ജോസഫിനെയും അടക്കമുള്ളവരെ മത്സരിപ്പിക്കാൻ പറ്റില്ല എന്ന് സ്റ്റാൻഡ് എടുക്കുകയും അവസാനം അവരില്ലെങ്കിൽ ഞാനും മത്സരിക്കുന്നില്ല എന്ന് ഉമ്മൻചാണ്ടി പറയുകയും ഏറ്റവും ഒടുവിൽ ബെന്നി ബെഹനാന് സീറ്റ് നിഷേധിച്ചുകൊണ്ടൊരു കോംപ്രമൈസിലെത്തുകയും ചെയ്തു. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കോൺഗ്രസ്സിലെ KPCC പ്രസിഡൻറ്റും മുഖ്യമന്ത്രിയും തമ്മിലുണ്ടാകുന്ന ബന്ധം അല്ലെ അകൽച്ച VD സതീശനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. അതുകൊണ്ട് ആരാണ് ഓപ്പോസിറ്റ് പാർട്ടി അധ്യക്ഷനായി വരിക എന്നുള്ളത് ഇനിയുള്ള സതീശൻ്റെ മുന്നോട്ട് പോക്കിനെ നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനമായിരിക്കും. അത് KC വേണുഗോപാലിൻ്റെ നോമിനിയായിട്ട് ഒരാൾ വരികയാണെങ്കിൽ സതീശന് ഇങ്ങനെ ഒറ്റയാനായി പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സതീശൻ്റെ പെർഫോമൻസ് എന്നല്ല, നമ്മൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ക്രൈസിസിൽ സതീശൻ വീഴുന്നൊരു സാഹചര്യം ഉണ്ടായാൽ, ഇപ്പം വിവനത്തിനറിയാം സോഷ്യൽ മീഡിയ സൃഷ്ടിച്ച ഒരു മുഖ്യമന്ത്രിയെ പൂക്കികൾക്ക് നമുക്കറിയാം, പൂക്കി ജനറേഷൻ പറഞ്ഞ അവരേറ്റവും കൂടുതൽ ആഗ്രഹിച്ച സംഭവം എന്തായിരുന്നു? വണ്ടികളുടെ മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ വന്നു കഴിഞ്ഞാൽ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ആ മുഖ്യമന്ത്രിയുടെ ആ ചേഷ്ട പോലും അത്രയും വൈറലായ ഒരു സാഹചര്യം. ഈ സോഷ്യൽ മീഡിയ അധികാരത്തിലെത്തുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പൊക്കി വെക്കുന്ന എല്ലാവർക്കും ഒരു സമയം കഴിഞ്ഞാൽ തിരിച്ചടി ഉണ്ടാവാറുണ്ട്. നമുക്ക് ഡൽഹിയിൽ നടന്ന പാറ്റകളുടെ പ്രതിഷേധവുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അവിടെ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ ഇത്രയും കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ്, ഒരു നേതാവാണ്. പക്ഷേ അദ്ദേഹത്തിന് അവിടെ പോലും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് സോഷ്യൽ മീഡിയ വീണ്ടും പലതരത്തിൽ അതൊരു മോദിയുമായുള്ള ഒരു ഡീൽ എന്നോ അല്ലെങ്കിൽ വഴങ്ങിക്കൊടുക്കുന്നു എന്നോ പുള്ളിക്ക് അവിടെ തിളങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതടക്കമുള്ള കാര്യങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓരോ വിവാദത്തിലും സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ഈ സതീശൻ്റെ നീക്കങ്ങളോട് പ്രതികരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംശയം തോന്നും. അതായത് സോഷ്യൽ മീഡിയ പ്രൊമോട്ട് ചെയ്താലേ സോഷ്യൽ മീഡിയയുടെ ഒരു പരിലാളനയേറ്റ് സമ്മർദ്ദത്തിൽ പാർട്ടിയും സമ്മർദ്ദത്തിലായി
MLA-മാരുടെ അംഗബലം പോലും നോക്കാതെ സതീശനെ മുഖ്യമന്ത്രിയാക്കേണ്ടി വന്ന ഒരു നിർബന്ധിത സാഹചര്യമായിരുന്നു. അതേ സോഷ്യൽ മീഡിയ ആദ്യത്തെ തന്നെ ഈ വണ്ടികളെ സംബന്ധിച്ച് നമ്മൾ എടുത്തു നോക്കിയാൽ മതി. അവർക്ക് അതായത് വണ്ടിയുടെ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കാം എന്ന് പറഞ്ഞു. ഈ പറയുന്ന മുഖ്യമന്ത്രിക്കും അറിയാം ഇത് കേന്ദ്രത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്നൊരു സംഗതിയാണ്, അത് അനുവദിക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ ഇതാണ് പ്രശ്നം. അത് നമ്മൾ പ്രതിപക്ഷത്തിരുന്ന് പറയുന്നത് പോലെയല്ല. അത് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളിൽ വിശ്വാസം അർപ്പിക്കുകയാണ്. അത് ചെയ്തില്ല എന്ന് വന്നാലോ ആ വിശ്വാസം ഒന്നാകെ ഇടിയും, അവർ മുഴുവൻ നമുക്കെതിരാവും. ഇപ്പം ഈ പ്രതികരണങ്ങളിൽ തന്നെ ഇപ്പം നമുക്കറിയാം, തിരുവനന്തപുരത്ത് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി കാണാതായ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അവരോട് നമ്മൾ സമീപിക്കുന്ന ഒരു രീതി, കൊടുക്കുന്ന മറുപടി ഒക്കെ അത് മനുഷ്യ സഹജമാകുക, അവരോട് ആ രീതിയിൽ നമ്മൾ പെരുമാറുക എന്ന് പറയുന്നതൊക്കെ ഒരു ഭരണകൂടത്തിനെ സംബന്ധിച്ച് വളരെ നിർണായകം. പ്രതിപക്ഷ നേതാവിന് മാർക്കിടുന്ന പോലെയല്ല ഒരു മുഖ്യമന്ത്രിക്ക് മാർക്കിടുക. അത് ജനം ഓഡിറ്റ് ചെയ്യപ്പെടും. ആ ഓഡിറ്റ് ചെയ്യപ്പെടുന്ന മുഖ്യമന്ത്രിക്ക് സോഷ്യൽ മീഡിയ എപ്പോഴും പിന്തുണയ്ക്കാനുണ്ടാവണമെന്നില്ല. കാരണം അത് രണ്ടും ഒരുപോലെ വർക്ക് ചെയ്യുക. അത് സതീശനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഈ പ്രതിപക്ഷം നേതാവല്ല മുഖ്യമന്ത്രിയാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയേണ്ട സാഹചര്യം വളരെ നിർണായകമാണ്. അല്ലെങ്കിൽ ചലഞ്ചസ് പാർട്ടിയിൽ ചെറുതല്ലാതെ ഉയർന്നു വരും. അതുമാത്രമല്ല, നമ്മൾ ഈ കോവിഡ് കാലത്തിന് ശേഷം ഈ സോഷ്യൽ മീഡിയയ്ക്ക് പ്രാമുഖ്യം കൂടിയ കാലത്ത് നമുക്ക് നോക്കിയറിയാം, സഭയ്ക്ക് അകത്തായാലും പുറത്തായാലും മാസ് ഡയലോഗുകൾ അടിക്കുക എന്നുള്ളതാണ് ഒരു നേതാവിൻ്റെ പ്രധാന. അതിനുവേണ്ടി പ്രത്യേക ടീമുകളും സോഷ്യൽ മീഡിയ മാനേജേഴ്സും എല്ലാവരും ഉണ്ടാവുമായിരിക്കും. പക്ഷേ അതിൽ മാത്രം ശ്രദ്ധിച്ച് ഒരു മുഖ്യമന്ത്രിയുടെ ജോലികൾ ചെയ്യുന്നില്ല എന്നൊന്നും ആക്ഷേപമില്ല. പക്ഷേ വാക്കുകൾ കൊണ്ട് കസർത്ത് നടത്തുന്നതിലാണോ ശ്രദ്ധ വേണ്ടത്, അതോ മറ്റു കാര്യങ്ങളിലാണോ ശ്രദ്ധ വേണ്ടത് എന്നും കൂടെ ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ്. നിശ്ചയമായിട്ടും. കാരണം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പറയുന്നത് രാവിലെ 8 മണിക്ക് ഓഫീസിൽ വരുന്ന മുഖ്യമന്ത്രിയാണ്. കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട്, അതിലൊന്നും ഒരു തെറ്റുമില്ല. എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭാ തീരുമാനങ്ങൾ കൃത്യമായി മീഡിയയോട് അവതരിപ്പിക്കുന്നു. ചില ചോദ്യങ്ങളോട് അസഹിഷ്ണുത കാണിക്കുന്നെങ്കിൽ പോലും ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുന്നു, മറുപടികൾ നൽകാൻ തയ്യാറാവുന്നു. അതൊക്കെ വളരെ പോസിറ്റീവാണ്. തന്നെയല്ല, സർക്കാരിൻ്റെ ഒരു 3 മാസത്തിൽ ഈ ചുരുക്കം 2-3 കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്ത സർക്കാരാണ്. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ പോലൊരു കാര്യം എടുത്തു നോക്കി കഴിഞ്ഞാൽ കേരളത്തിലുണ്ടാക്കിയ മാറ്റം എത്രയാണ് നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ നോക്കിയാൽ മനസ്സിലാവുന്നുള്ളൂ. കാരണം അത്രയും വലിയൊരു വിപത്ത് കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റും, അതാണ് ഒരു ഈ കാര്യങ്ങളിലൂടെയാണ് ഞാൻ പറഞ്ഞ കാര്യത്തിൻ്റെ പ്രസക്തി. കാരണം ചെയ്യുന്ന കാര്യങ്ങൾ പോലും മറച്ചു വെക്കപ്പെടാൻ ഇത്തരം ചില വാചക കസർത്തുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ പിഴവുകൾ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് സൂക്ഷിച്ച് ചെയ്യുന്നതല്ലേ നല്ലത്. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ ഈ ഇടത് സൈബർ ഹാൻഡിലുകൾ അവസാന കാലത്ത് കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായിരുന്ന അവസാനത്തെ ഒരു 6 മാസം എടുത്ത് നോക്കിയാൽ സതീശിനെതിരെ ഉണ്ടാക്കിയ ഏറ്റവും വലിയ ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ നുണേശൻ എന്നായിരുന്നു. അത് ഇപ്പോൾ അവർ വീണ്ടും ആവർത്തിച്ച് അത് പ്രചരിപ്പിക്കാൻ അവർക്ക് സാഹചര്യം സൃഷ്ടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റി പറയുക, ഇന്ന് പറഞ്ഞത് നാളെ വീണ്ടും മാറ്റി പറയുന്നൊരു സാഹചര്യം ഉണ്ടാകും. അത് മുഖ്യമന്ത്രിയുടെ ഇമേജിനെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നൊരു സാഹചര്യമാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ ചെറിയ ചെറിയ ഡിസിഷൻസാണ്. ഇനിയും ഇതിലും വലിയ ഡിസിഷൻസ് എടുക്കാൻ സർക്കാർ നിർബന്ധിതരാകുന്ന പല സാഹചര്യമുണ്ട്. അപ്പോൾ പാർട്ടി സഹായത്തിനില്ലെങ്കിൽ ഇത് അത്ര എളുപ്പമുള്ളൊരു സംഗതിയല്ല. അതുപോലെ തന്നെ നമ്മൾ പറയാൻ വിട്ടുപോയൊരു വിവാദം ഇതിനൊപ്പം ഹെലികോപ്റ്റർ പോലെ തന്നെയാണ് PM ശ്രീ വിവാദം. പ്രതിപക്ഷത്തായിരുന്നപ്പം ഏറ്റവും കൂടുതൽ പിണറായി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ UDF നിർത്തിയ വിഷയങ്ങളിലൊന്നെന്ന് പറയുന്നത് ഈ PM ശ്രീ കരാർ. അത് തന്നെ നമുക്കറിയാം. ആരും അറിയാതെ ഡൽഹിയിൽ പോയി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശിവൻകുട്ടി ഒപ്പിട്ട് ആ ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷമാണ് CPI പോലും, സ്വന്തം ക്യാബിനറ്റിൻ്റെ പാർട്ടായിരിക്കും CPI പോലും പറയുന്നത്. CPI അതുമായിട്ട് 1 ഇഞ്ച് മുന്നോട്ട് പോകുന്ന പക്ഷേ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്താ പറയുക, കട്ട് ആൻഡ് റൈറ്റ് നിലപാടെടുത്തോടുകൂടിയാണ് എടുത്ത തീരുമാനത്തിൽ നിന്ന് പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രിക്കും ആ സർക്കാരിനും പിൻവാങ്ങേണ്ടി വന്നു. അത് പിൻവാങ്ങേണ്ടി വന്നു. അതിൽ ധാരണാപത്രം ഒക്ടോബറിൽ ഒപ്പിട്ടു. ആ ഒപ്പിട്ട സമയത്ത് അതിൻ്റെ പേരിൽ പൈസ വാങ്ങിയിട്ടില്ല എന്നുള്ള LDFൻ്റെയും CPM-ൻ്റെയും വാദം ശരിയാണ്. കാരണം ആ കരാർ ഒപ്പിടാത്തതിൻ്റെ പേരിൽ അന്നത്തെ SSK ഫണ്ട് കഴിഞ്ഞ ഒരു 3 വർഷമായിട്ടുള്ള കേന്ദ്ര സർക്കാർ പിടിച്ചു വെക്കുകയും അതിലെ ഒരു ഗഡു ഈ ഒപ്പിട്ടതിന് തൊട്ടുപുറകെ 93 കോടിയോ മറ്റോ കിട്ടുകയും ചെയ്തു. അത് കഴിഞ്ഞ് അതിൻ്റെ 2 ഗഡു പിന്നീട് 106 കോടിയോളം കിട്ടി. PM ശ്രീയിൽ പണം വാങ്ങിയിട്ടില്ല. ഈ PM ശ്രീയുടെ ഒരു ഇതെന്ന് വെച്ചാൽ PM ശ്രീ ശരിക്കും കേന്ദ്ര വിദ്യാഭ്യാസ നയം അതേപോലെ ആ സിലബസ് നമ്മളിവിടെ നടപ്പിലാക്കേണ്ടി വരും. അത് തർക്കമില്ല, ഒപ്പിട്ട് കഴിഞ്ഞാൽ. ഇതിനെ നഖശികാന്തം എതിർത്ത VD സതീശനും അന്നത്തെ പ്രതിപക്ഷത്തായിരുന്ന UDF-ഉം പറഞ്ഞ വാദം തന്നെ ഇത് ഒരു BJP-യുമായിട്ടുള്ള ഒരു ഡീലിൻ്റെ ഭാഗം, അന്തർധാരയുടെ ഭാഗമാണ്. പിണറായി വിജയൻ ഇത് ഒപ്പിടാൻ ആരും അറിയാതെ രഹസ്യമായി ഒപ്പിട്ടെന്ന് പറഞ്ഞു. അതേ ഒരു നിലപാടെടുത്ത VD സതീശനും ആ UDF-ഉം പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അടങ്ങുന്ന പാർട്ടി ഭരണപക്ഷത്ത് വരുമ്പോൾ ആ PM ശ്രീയെ പിന്തുണയ്ക്കേണ്ടി വരുന്നത്. ഡയറക്റ്റായിട്ട് പിന്തുണയ്ക്കുകയല്ല, അവരുടെ രാഷ്ട്രീയ മറ എന്ന് പറയുന്നത് കഴിഞ്ഞ LDF സർക്കാർ ഒപ്പിട്ടതാണ്. അതിൽ നിന്ന് ഒരു തിരിച്ചുപോക്ക് സാധ്യമല്ല.
അതുമായി മുന്നോട്ട് പോയേ പറ്റൂ എന്നാണ്. പക്ഷേ ഇവർ പെട്ടുപോയത് എന്താ? പാർലമെൻറ്റിൽ ഇത് സംബന്ധിച്ചൊരു ചോദ്യം ആരാ ഉന്നയിക്കുന്നത്? മുസ്ലിം ലീഗിലെ PB അബ്ദുൽ വഹാബ് MP ചോദ്യം ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു തിരിച്ചുപോക്ക് സാധ്യമാണോ, പിന്മാറാൻ സർക്കാരിന് സാധിക്കുമോ എന്ന് ചോദിച്ചു. വളരെ കൃത്യമായി മന്ത്രി ജയന്ത് ചൗധരി കൊടുത്ത മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഘട്ടത്തിൽ ഇപ്പം പിന്മാറാം, ധാരണാപത്രം ഒപ്പിട്ടു എന്ന് വെച്ചാൽ നടപ്പിലാക്കണമെന്നില്ല, പിന്മാറാം, അതിൽ പ്രശ്നമില്ല, പക്ഷേ ഫണ്ട് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതോടുകൂടി ഇവരുടെ വാദം ഒന്നാകെ പൊളിഞ്ഞുപോയി. കാരണം ഇതിൽ നിന്ന് തിരിച്ചുപോക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിടത്തുനിന്ന് ഇപ്പോൾ പെട്ടുപോയൊരവസ്ഥയാണ്. ഇനി ആ ഉപസമിതി ചേർന്നിട്ട് ഇതിൽ നിന്ന് ഈ കേന്ദ്രം ഇങ്ങനെ കൊടുത്ത മറുപടിയെ ആധാരമാക്കി തിരിച്ചുപോക്കെന്നല്ലാതെ അതുമായി മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ഒരു പക്ഷേ ആത്മഹത്യാപരമായി നീങ്ങാവുന്നൊരു സാധ്യത. അത് ഇങ്ങനെ രണ്ട് വിവാദം, ഹെലികോപ്റ്റർ വിവാദം മാത്രമല്ല, PM ശ്രീ എന്ന് പറഞ്ഞ് നമുക്കറിയാം കഴിഞ്ഞ കേരളത്തെ സംബന്ധിച്ച് 152 ബ്ലോക്കുണ്ട്. ഇതിൽ നമ്മൾ ആ PM ശ്രീക്ക് കൈ കൊടുക്കുകയാണെങ്കിൽ ഏറെക്കുറെ 300 സ്കൂളിലോളം ഇത് നടപ്പിലാക്കേണ്ടി വരും. ഇത് ആസാമിലൊക്കെ 4 വർഷം കൊണ്ട് ഇത്രയും സ്കൂളുകളിൽ നടപ്പിലാക്കിയിട്ട് 447 സ്കൂളിൽ നടപ്പിലാക്കിയിട്ട് 400 കോടിയോളമാണ് അസ്സാം പോലൊരു സ്റ്റേറ്റിന് 4 വർഷം കൊണ്ട് കിട്ടിയത്. ഈ ഫണ്ട് നമുക്ക് എന്നേക്കുമായി പോകും എന്നുള്ളത് വസ്തുതയാണ്. കേന്ദ്രമാണെങ്കിൽ പണ്ട് ഇതേപോലെ ഒരു വിവാദം ഓർക്കുന്നുണ്ടാവും, ആരോഗ്യരംഗത്ത് ഇതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ ഈ മോഡിയുടെ പടം വെക്കേണ്ടി വരും, അതിന് തയ്യാറല്ല കേരളം എന്ന് പറയും, ഒടുവിൽ അതിന് വഴങ്ങുകയും നമ്മൾ ആ കരാർ ഒപ്പിടുകയൊക്കെ ചെയ്തൊരു സാഹചര്യം. സർക്കാർ ഈ രണ്ട് വിവാദങ്ങളിൽ ശരിക്കും പെട്ടിരിക്കുകയാണ്. PM ശ്രീ എന്ന് പറയുന്നത് നമ്മളൊരു നിലപാട് ഇപ്പം പ്രതിപക്ഷത്തിരിക്കുന്ന പിണറായി വിജയനെയും ആ സർക്കാരിനെയും അതിരൂക്ഷമായി വിമർശിച്ച് BJP അന്തർധാരയാണ്, BJPയുമായി ഡീലാണെന്ന് പറഞ്ഞവർ തിരിച്ചു വന്നിട്ട് അതേ കരാറുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ നിലപാട് എന്ന് പറയുന്നത് എവിടെ പോയി? അല്ലെങ്കിൽ അതിനെ എതിർത്ത് വോട്ട് ചെയ്ത് ജനത്തോട് എന്ത് മറുപടി പറയുന്നൊരു വലിയ ചോദ്യമുണ്ട്. ശരിക്കും ഈ രണ്ട് കാര്യങ്ങൾ UDF സർക്കാർ വന്ന് ഇതുവരെയുള്ള വെച്ച് അവരുടെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു താഴേക്കുള്ള അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവ്സായിട്ട് നിഴലിച്ച് നിൽക്കുന്ന സംഗതിയാണ് ഇത് രണ്ടും. സർക്കാർ ആദ്യമായി നേരിട്ട ഒരു പ്രധാന വിവാദങ്ങളിലൊന്ന് രത്തൻ കേൽക്കറിൻ്റെ നിയമനമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. കഴിഞ്ഞ കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഏറ്റവും SIR-ുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല തവണയും കർശനമായിട്ട് വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് കേൽക്കർ. ഇലക്ഷൻ കഴിഞ്ഞിട്ട് അവരുടെ ഭാഷയിൽ പറഞ്ഞൊരു കൂളിംഗ് പീരീഡ് പോലും കൊടുക്കാതെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിലെത്തിയിട്ട് ആദ്യം തന്നെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായിട്ട് നിയമിക്കുകയാണ് കേൽക്കറിനെ. പിന്നെ തൊട്ട് പിന്നാലെയാണ് ഈ സണ്ണി ജോസഫിൻ്റെ അളിയൻ ആ വിവാദം വരുന്നത്. പിന്നീടും തുടരെ വിവാദങ്ങളായിരുന്നു. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്നത്തെ ആ സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി ഹാജരായ വക്കീലായിരുന്നു KB പ്രദീപ്. പ്രദീപിനെ ദേവസ്വം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്പെഷ്യൽ പ്ലീഡറായിട്ട് നിയമിക്കുകയായിരുന്നു. അവിടെയും വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോൾ പെട്ടെന്ന് തന്നെ സതീശൻ്റെ വാക്ചാതുരി കൊണ്ട് മാത്രം നേരിട്ടൊരു കേസായിരുന്നു അത്. ഞാൻ പറഞ്ഞു മാറ്റി, അബദ്ധങ്ങൾ പറ്റും, ആ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കഥ അറിയാലോ, തൊട്ട് പിന്നാലെ. അതെ, വീര്യം കുറഞ്ഞ മദ്യത്തിൽ പോലും സതീശന് എന്താണെന്ന് പറയുക ഇപ്പോഴത്തെ പോലെ അങ്ങനെ ഒരു ചെറിയ പരിക്ക് പറ്റിയില്ല എന്ന് വേണം നമുക്ക് വിലയിരുത്താം. അതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച് കേരളത്തിൽ വിൽക്കാൻ ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ള ഒരു ഇതാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും അങ്ങനെയൊക്കെ ചർച്ചയിൽ വരുന്നതാണ്. ഇതിൽ സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ അത് പക്ഷേ നിയമസഭയിൽ വന്നപ്പോൾ ഈ വിവാദങ്ങൾ ഉയർന്നിട്ടും ധനബില്ലിൻ്റെ പാർട്ടായിട്ട് UDFൻ്റെ അനുമതിയോടുകൂടി മാത്രമേ അങ്ങനെ തീരുമാനം എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ധനബില്ലിൻ്റെ പാർട്ടാക്കി എടുക്കാൻ സതീശന് കഴിഞ്ഞു. അത് ആ രീതിയിൽ പറയുമ്പോൾ രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് അത് ആ ഒരു എന്താ പറയുക ആ നീക്കം വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. പക്ഷെ അവിടെ കൊണ്ട് ആ പാർട്ട് കഴിഞ്ഞു. പിന്നെ നമ്മൾ കണ്ട ഒരു പാർട്ട് എടുത്ത് നോക്കി, വിഴിഞ്ഞം വിവാദം. അതിലും ഈ പറയുന്ന പോലെ വിശദീകരിച്ച് ആ കാര്യങ്ങളിൽ ഏറെക്കുറെ കൺവിൻസ് ചെയ്യുന്നതിൽ സതീശന് ഒരു പരിധിവരെ വിജയിച്ച് നമുക്ക് വിലയിരുത്താം. കാരണം അത് അദാനിയും MSC കമ്പനിയുമായിട്ടുള്ള ഡീലാണ്, സർക്കാർ അറിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വന്നിട്ട് 10 ദിവസമേ ആയുള്ളൂ, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ആളുകൾക്കും ആ രീതിയിലൊരു സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുക്കാൻ വേണ്ടി. പക്ഷെ അവിടെ തീർന്നില്ല. പിന്നീടുള്ള വിവാദങ്ങളിലേക്ക് നോക്കി ഇപ്പോഴത്തെ ഏറ്റവും കത്തി നിൽക്കുന്ന ഹെലികോപ്റ്റർ വിവാദം. ശരിക്കും ഇതുവരെ വന്നതിൽ സതീശന് ഒരു പിഴവ് പറ്റിയ ഏറ്റവും ഡാമേജ് ഉണ്ടാക്കി. ആ ഡാമേജ് എന്ന് പറയുന്നത് അത് തന്നെയാണ് സതീശൻ്റെ പ്രത്യേകത. എന്താ? ക്രിസ്റ്റൽ ക്ലിയറായിട്ട് കാര്യങ്ങൾ പറയാൻ അറിയുന്ന, നല്ല വെടിപ്പായി ചിട്ടയോടെ കാര്യങ്ങൾ പറയാൻ അറിയുന്ന ഒരു മുഖ്യമന്ത്രി എന്നുള്ളതാണ്. അത് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴായാലും മുഖ്യമന്ത്രിയായാലും കാര്യങ്ങളെക്കുറിച്ച് ഗ്രാഹ്യമുണ്ട്, പഠിക്കും, അത് നന്നായിട്ട് അവതരിപ്പിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെയുള്ളവർക്കൊരു വേറൊരു നെഗറ്റീവ് വശം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് പെർഫെക്റ്റ് അല്ലാത്ത ഒരു ഡിസിഷൻ, ഒരു ചെറിയൊരു കാര്യം പറഞ്ഞ് പിഴച്ചു പോയി കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കാൻ അല്ലെ അടുത്ത റെസ്പോൺസ് വരുമ്പം അത് വീണ്ടും
ഈ ദുരൂഹത കൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഈ 2 തവണ പറഞ്ഞത് 2 കാര്യങ്ങളായി പോയി. 2 കാര്യങ്ങൾ അത് ഈ വളരെ കൃത്യമായിരുന്നു. കാരണം എന്തുകൊണ്ടാണ് വേണ്ടി വരുന്നത്? നമ്മൾ പ്രതിപക്ഷ നേതാവായിരുന്നപ്പം വിമർശിച്ച, കുറ്റപ്പെടുത്തിയ ഒരു ഹെലികോപ്റ്ററിൽ കയറി നമ്മൾ കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യം വരും. ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിന് പഴയ മുഖ്യമന്ത്രിയെ വിമർശിച്ച മുഖ്യമന്ത്രിക്ക് ഈ ഹെലികോപ്റ്ററിൽ, അതും സ്വന്തം അമ്മായിയച്ഛൻ അസുഖബാധിതനായിരുന്നപ്പോൾ കാണാൻ പോയി എന്നുള്ളതാണ് അതിനകത്ത് വിവാദം. സതീശൻ പറയുന്നത് അങ്ങനെയല്ല. മുഖ്യമന്ത്രി പറയുന്നത് ഞാൻ കൊച്ചിയിലേക്ക് ഒരു നിക്ഷേപ താല്പര്യമായി വന്ന ഒരു നിക്ഷേപകരെ കാണേണ്ടി വന്നു. അത് തമിഴ്നാട്ടിലേക്ക് ആ നിക്ഷേപം പോകാതിരിക്കാൻ വേണ്ടി എത്രയും നിക്ഷേപകൻ ആരാന്നോ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പലതവണ ഞാൻ പറയാൻ വന്ന പോയിന്റ് അതാണ്. അതും ജനം വിശ്വസിച്ചേനെ. ആ നിക്ഷേപകന്റെ പേര് പറയാം, ഇന്നതായിരുന്നു അവരുടെ പ്രോജക്റ്റ്, അതിന്റെ ഡിസ്കഷന് വേണ്ടി അവർ ഇവിടുന്ന് പെട്ടെന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് കാണേണ്ടതായിരുന്നു എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ സംശയത്തിന്റെ പുകമറയൊന്നും ഉണ്ടാവില്ല. അത് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ആദ്യം അവരെ കാണാൻ വേണ്ടി പോയ കൂട്ടത്തിൽ ഞാൻ ഭാര്യ പിതാവിനെയും കാണാൻ പോയി എന്നാണ് പറഞ്ഞു. രണ്ടാമത് വന്നപ്പം ഞാൻ ഈ നിക്ഷേപകരെ പോയ വഴിക്ക് കണ്ടു എന്നായി. അപ്പം ഒരു കോൺട്രഡിക്ഷൻ വന്നു. അതാണ് അതിനകത്തൊരു പ്രശ്നം. പറയുന്ന കാര്യം ക്രിസ്റ്റൽ ക്ലിയറായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ അതിലൊരു പിഴവ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയോ ചില സംശയങ്ങൾ. അത് ഇന്നും ഈ നിമിഷം വരെയും മുഖ്യമന്ത്രി അത് ആരെയാ കാണാൻ പോയെന്ന് പറഞ്ഞില്ല. അത് പറഞ്ഞാൽ തീരാവുന്നൊരു വിവാദമായിരുന്നു. ഈ 2 ഹെലികോപ്റ്റർ യാത്രയാണ് വി ഡി സതീശനെ ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷം ശരിക്കും വളഞ്ഞിട്ട് പിടിക്കുന്നത്. ഒന്ന്, അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് കേരളത്തിൽ അധികാരം കിട്ടിയ കഴിഞ്ഞിട്ട് മംഗലാപുരത്തേക്ക് നടത്തിയ ഒരു യാത്ര, അതുപോലും ഈ പറയുന്ന അദാനിയുമായി ബന്ധമുണ്ട് എന്ന രീതിയിൽ പ്രതിപക്ഷം ഉന്നയിച്ചൊരു വിവാദമാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഹെലികോപ്റ്റർ വിവാദം. ശരിക്കും ഹെലികോപ്റ്റർ വിവാദത്തിൽ പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിലല്ലേ ഒരു പുകമറ സൃഷ്ടിച്ചെടുക്കുന്നതിൽ വിജയിച്ചു എന്ന് പറയാം. അതിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന എന്താ പറയുക, അത് വിശദീകരിച്ചതിലുണ്ടായ വീഴ്ചയും അതിനൊരു കാരണമായി. അത് ഇന്നും അതാരാണ് നിക്ഷേപകരെന്ന് പറയാത്രത്തോളം കാലം ആ പുകമറ കൂടിയിരിക്കുകയുള്ളൂ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ചലഞ്ചിങ് പീരീഡിൻ്റെ ഒരു എൻട്രി പോയിൻ്റായിട്ട് ഈ 2-3 വിവാദത്തെ കണ്ടാൽ മതി. ഇതുവരെയുള്ള മധുവിധ കാലം വി ഡി സതീശനെ സംബന്ധിച്ച് ഏറെക്കുറെ കഴിഞ്ഞു. ഇനിയാണ് ശരിക്കും പ്രതിപക്ഷത്തിൻ്റെ അറ്റാക്ക് നേരിടാൻ പോകുന്നതും ഭരണപക്ഷത്തിൻ്റെ പിന്തുണ എത്രത്തോളം ഉണ്ട് എന്നൊരു ലിറ്റ്മസ് ടെസ്റ്റിലേക്കൊക്കെ വി ഡി സതീശൻ കടക്കാൻ പോകുന്നൊരു ഘട്ടമാണ്. അതിപ്പം ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ എന്താ പറയുക, ഒരു മത്സരത്തിൻ്റെ ട്രയൽ പീരീഡൊക്കെ കഴിഞ്ഞു എന്ന് വേണേൽ പറയാം. ശരിക്കും അതിൻ്റെ ഒരു മൂഡ് അനുഭവിച്ചു തുടങ്ങുന്നൊരു ഘട്ടമാണ്. ഇനിയാണ് ശരിക്കും ഭരണവും സർക്കാരും പാർട്ടിയും എങ്ങനെ ഒറ്റച്ചരടി കോർക്കാൻ പറ്റുമോ, അത് രണ്ട് വഴിക്കാവുമോ, അതിൻ്റെ വിജയപരാജയങ്ങൾ എങ്ങനെയൊക്കെ വരും എന്നുള്ളത് കണ്ടറിയാൻ പോകുന്ന നാളുകളാണ് ഇനി മുന്നോട്ട്.